അപ്പോ വേദിയിൽ കുരുക്കിന്റെ എല്ലാ അണിയറ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അപ്പോ ദ പോലീസ് ഇൻ അവർ കോർട്ട്. ഇനി നമ്മളാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ടത്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ കുരുക്കിൽ പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ കുരുക്കുകളാണ് അവിടെ ഉണ്ടായത്, അങ്ങനെയാണ് അയച്ചതെന്നൊക്കെ നമുക്കിനി അവരുടെ ചോദിച്ചറിയാം. സോ മാധ്യമപ്രവർത്തകർ, നമസ്കാരം. എന്റെ പേര് മീര നായർ. ഞാൻ കുരുക്ക് എന്ന മൂവിയിൽ അഞ്ജലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പറഞ്ഞ പോലെ ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പം ഒരുപാടൊന്നും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ വളരെ സിമ്പിളാണ്. അധികം കുരുക്കൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ആക്ച്വലി ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. അതാണ് ഈ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അതിന് ഒരു കുഞ്ഞു ക്യാരക്ടർ ആയിക്കോട്ടെ, എത്ര വലിയ ക്യാരക്ടർ ആണെങ്കിലും കുരുക്കിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു. എത്തിയതും സിനിമയുടെ എക്സ്പീരിയൻസ് സിനിമയിൽ എത്തിയിട്ട് ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിലുള്ള സുഹാസേട്ടനും അനൂപേട്ടനും ഒക്കെ വഴിയാണ് ഞാൻ സിനിമയിൽ എത്തുന്നത്. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇതിന്റെ ഫുൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തത്. അതുകൊണ്ട് ഞാനും എത്തിയത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. എന്നോട് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസത്തിൽ ഞാൻ ജോയിൻ ചെയ്യായിരുന്നു. അപ്പൊ അത്രയും പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ നടന്നത്. പിന്നെ ചോദിച്ചത് എക്സ്പീരിയൻസ് ട്രിവാൻഡ്രം. നമസ്കാരം. എൻ്റെ പേര് മീര നായർ. ഞാൻ കുരുക്ക് എന്ന മൂവിയിൽ അഞ്ജലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പറഞ്ഞ പോലെ ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പം ഒരുപാടൊന്നും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ വളരെ സിമ്പിളാണ്. അധികം കുരുക്കൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ആക്ച്വലി ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. അതാണ് ഈ മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, ഒരുപാട് ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അതിന് ഒരു കുഞ്ഞു ക്യാരക്ടർ ആയിക്കോട്ടെ, എത്ര വലിയ ക്യാരക്ടർ ആണെങ്കിലും കുരുക്കിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഒരുപാട് ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു. എത്തിയതും സിനിമയുടെ എക്സ്പീരിയൻസ് സിനിമയിൽ എത്തിയിട്ട് ഞങ്ങളുടെ ഡയറക്ഷൻ ടീമിലുള്ള സുഹാസേട്ടനും അനൂപേട്ടനും ഒക്കെ വഴിയാണ് ഞാൻ സിനിമയിൽ എത്തുന്നത്. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇതിന്റെ ഫുൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തത്. അതുകൊണ്ട് ഞാനും എത്തിയത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. എന്നോട് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസത്തിൽ ഞാൻ ജോയിൻ ചെയ്യായിരുന്നു. അപ്പൊ അത്രയും പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ നടന്നത്. പിന്നെ ചോദിച്ചത് എക്സ്പീരിയൻസ് ട്രിവാൻഡ്രം. അപ്പോ വേദിയിൽ കുരുക്കിന്റെ എല്ലാ അണിയറ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അപ്പോ ദ പോലീസ് ഇൻ അവർ കോർട്ട്. ഇനി നമ്മളാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ടത്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ കുരുക്കിൽ പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ കുരുക്കുകളാണ് അവിടെ ഉണ്ടായത്, അങ്ങനെയാണ് അയച്ചതെന്നൊക്കെ നമുക്കിനി അവരുടെ ചോദിച്ചറിയാം. സോ മാധ്യമപ്രവർത്തകർ